2026 പെന്റഗണിന്റെ നാഷണൽ ഡിഫൻസ് സ്ട്രാറ്റജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചൈനയെക്കുറിച്ചുള്ള പരാമർശമാണ്. ഇത്രയും കാലം അമേരിക്ക തങ്ങളുടെ ഏറ്റവും വലിയ സൈനിക വെല്ലുവിളിയായി കണ്ടിരുന്നത് ചൈനയായിരുന്നു. എന്നാൽ പുതിയ നയരേഖ പ്രകാരം ചൈനയെ നേരിടുന്നതിനേക്കാൾ അമേരിക്ക പ്രാധാന്യം നൽകുന്നത് സമാധാനപരമായ സഹവർത്തിത്വത്തിനാണ് എന്നാണ് പറയുന്നത്. ചൈനയുമായുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ അമേരിക്കയുടെ സാമ്പത്തിക താൽപര്യങ്ങൾക്ക് ഗുണകരമല്ല എന്നാണ് പെന്റഗൺ ഇപ്പോൾ വിലയിരുത്തുന്നത്. തായ്വാൻ വിഷയത്തിൽ പോലും മുൻപുണ്ടായിരുന്ന അത്രയും കർക്കശമായ നിലപാട് ഇപ്പോൾ കാണാനില്ല. ചുരുക്കത്തിൽ ചൈനയുടെ വളർച്ചയെ തടയുക എന്നതിലുപരി ചൈനയുമായി ചേർന്ന് എങ്ങനെ മുന്നോട്ട് പോകാമെന്നാണ് അമേരിക്ക ഇപ്പോൾ ചിന്തിക്കുന്നത്. ഇങ്ങനെയാണ് പെന്റഗണിന്റെ പുതിയ നയം വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാകുന്നത്. നാഷണൽ ഡിഫൻസ് സ്ട്രാറ്റജിയിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട മാറ്റം അമേരിക്കയുടെ സഖ്യകക്ഷികൾക്കുള്ള മുന്നറിയിപ്പാണ്. ജപ്പാൻ, ദക്ഷിണ കൊറിയ തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങളെയും നാറ്റോ സഖ്യത്തിലെ യൂറോപ്യൻ രാജ്യങ്ങളെയും ഇനി സഹായിക്കാനില്ല എന്നാണ് അമേരിക്ക നൽകുന്ന മുന്നറിയിപ്പ്. സ്വയം സുരക്ഷയ്ക്കായി ഈ രാജ്യങ്ങൾ ഇനി മുതൽ കൂടുതൽ പണം ചെലവാക്കേണ്ടി വരുമെന്നാണ് പെന്റഗൺ നൽകുന്ന സൂചന. നിങ്ങളുടെ അതിർത്തി സംരക്ഷിക്കാൻ അമേരിക്കയുടെ നികുതി പണം എക്കാലവും നൽകാനാവില്ല എന്ന സന്ദേശമാണ് ട്രംപ് ഭരണകൂടം നൽകുന്നത്. വിദേശ രാജ്യങ്ങളിൽ അമേരിക്കൻ സൈന്യത്തിന്റെ സാന്നിധ്യം കുറയ്ക്കാനും ഇത്രയും കാലം അമേരിക്കയുടെ സഹായം ലഭിച്ചിരുന്ന രാജ്യങ്ങൾ സ്വന്തം പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തണമെന്നും ഈ നയം ആവശ്യപ്പെടുന്നു. എന്നാൽ ഇസ്രായേലിനെ മാത്രം ഒരു മാതൃകാ സഖ്യകക്ഷിയായി നിലനിർത്തിക്കൊണ്ട് അവർക്കുള്ള പിന്തുണ തുടരുമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്ക ഫസ്റ്റ് എന്നാണ് ഈ നയം മാറ്റത്തെ അവർ വിളിക്കുന്നത്.